ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 4K ഫിലിം എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്കൊരു മിൻറ്റ് സോഡ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതോടൊപ്പം ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മിൻറ്റ് സോഡ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ നാരങ്ങ കട്ട് ചെയ്യാൻ നമ്മുടെ മിൻറ്റ് സോഡ ഉണ്ടാക്കാനെ കൊണ്ട് ഞാനിപ്പോൾ ഒരു 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് 2 ഗ്ലാസ്സിലായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇപ്പോൾ 2 ഗ്ലാസ്സിൽ നമ്മൾ ഓരോ മുറി നാരങ്ങ പിഴിഞ്ഞെടുത്ത് അത് കഴിഞ്ഞിട്ട് 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ മിൻറ്റാണ്. മിൻറ്റ് നല്ലോണം അരച്ചെടുത്തേക്കാണ്. നമുക്ക് ഓരോ ഗ്ലാസ്സിലും ഓരോ സ്പൂണ് മിൻറ്റ് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് ആ മിൻറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിൻറ്റ് ഒഴിച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് നമുക്ക് ഓരോ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2-നാത്തും നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിലും ചേർക്കാം, പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഒരെണ്ണത്തിനകത്ത് പഞ്ചസാര ചേർത്തു, ഒരെണ്ണത്തിനകത്ത് കുറച്ച് ഉപ്പും കൂടി ചേർക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ശേഷം നമുക്ക് ഓരോ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മിൻറ്റുമായിട്ട് നല്ലോണം മിക്സായി. ഇനി നമ്മുടെ സോഡ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ സോഡ അതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പതച്ച് വരും. അത് ഉപ്പും കൂടി ഉണ്ടായതുകൊണ്ടാണ്, അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മിൻറ്റ് സോഡ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം. ഞാനിപ്പോൾ ഈ ഉപ്പും പഞ്ചസാരയും കൂടി ഉള്ളതാണ് കുടിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.